ഓണപ്പൂവേ ഓമൽ പൂവേ ഈ മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. സുപ്രസിദ്ധമായ ഈ ഓണപ്പാട്ടിൽ ദാസേട്ടൻ ഈ മനോഹരം എന്ന വാക്ക് പ്രയോഗിച്ചിട്ട് ശ്രദ്ധിക്കുക. ഈ മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. ഈ പാട്ട് നമ്മൾ ഗാനമേളയ്ക്ക് ഞാൻ അവതരിപ്പിക്കുമ്പോൾ ഓണപ്പാട്ട് ഉത്സവ സമയത്ത് ഓണസമയത്താണെങ്കിൽ ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 ഈ മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. ഇത് ക്രിസ്മസ് കാലത്തുള്ള പരിപാടി ബുക്കിംഗ് വരികയാണെങ്കിൽ ഇങ്ങനെയും പാടിയിട്ടുണ്ട്. ക്രിസ്മസ് പൂവേ ക്രിസ്മസ് പൂവേ. അതുപോലെ പെരുന്നാൾ കാലത്ത് റംസാൻ പോലുള്ള വിശുദ്ധ റമളാൻ നാളുകളിൽ പരിപാടി വന്നാൽ പാടും. റംസാൻ പൂവേ 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 റംസാൻ പൂവേ 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 ഈ മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. ഒരു 30-35 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ഓണത്തിൻ്റെ ഓർമ്മകളാണ്. അന്ന് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, സുഗുണൻ അഥവാ ഷാജി എന്നാണ് അവൻ്റെ പേര്. അവനും ഞാനും കൂടെ ഇങ്ങനെ അത്തപ്പൂക്കളം ഇടുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അത്തത്തിന് തലേ ദിവസം ഒന്നാം പൂക്കളം ഇടുന്നൊരു തലേ ദിവസം ഒരു 3 മണിക്ക് നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പൂ പറിക്കാൻ ഇങ്ങനെ ഇറങ്ങും. നമ്മളിങ്ങനെ പൂ തേടി തേടി അങ്ങനെ സാധു അപ്പൂപ്പൻ്റെ വീട്ടിൽ വരും. അവിടെ വന്ന് ചെമ്പരത്തിയുടെ മൊട്ടൊക്കെ പറിച്ചെടുക്കും, വാടാമല്ലിപ്പൂ കിട്ടും. അവരോട് ചോദിച്ചിട്ടൊക്കെയാണ് പറിക്കുന്നത്. പിന്നെ അവിടെ നടന്ന് സദാശിവ വൈദ്യരുടെ വീടുണ്ട്, അവിടെ ചെമ്പരത്തിയുടെ മൊട്ടുണ്ട്, അതും പറിച്ച് ഇങ്ങനെ നടക്കും. പിന്നെ അങ്ങനെ തെക്കക്കരുത്തല വഴി അങ്ങനെ നടന്ന് ഗ്രാമത്തിലൂടെ നെയ്യാറിൻ്റെ തീരത്തിലൂടെ ഇങ്ങനെ നടന്ന് കാട്ടുപൂക്കളും അതൊക്കെ പറിച്ച് ഇങ്ങനെ ഒരു ശേഖരം ഉണ്ടാക്കും. അങ്ങനെ നടന്ന് അരുവിപ്പുറം പാലം വരെ ഇങ്ങനെ നടക്കും. നടന്നിട്ട് തിരിച്ച് വഴിയരിയിൽ കാണുന്ന പൂക്കളും വീടുകളിൽ മുമ്പിൽ നിൽക്കുന്ന പൂക്കൾ, ജമന്തി പൂക്കൾ, വാടാമല്ലിപ്പൂക്കൾ, ഇതൊക്കെ ചോദിച്ച് നമ്മളിങ്ങനെ പറിച്ച് ശേഖരിച്ച് ഇങ്ങനെ വരും. അടുത്ത ദിവസം രാവിലെ കുളിച്ചിട്ട് ഇങ്ങനെ അത്തപ്പൂക്കളം ഇടും. അന്നൊക്കെ വലിയ ക്രൈസായിരുന്നു, ചെറിയ പ്രായം, എട്ടും പൊട്ടും തിരിയാത്ത പ്രായം. അപ്പോൾ ഈ സൂണൻ എൻ്റെ കൂട്ടുകാരൻ, അവനിപ്പോൾ ബോംബെയിൽ ചെറിയ ബിസിനസ്സുമായിട്ട് അങ്ങനെ അവിടെ കഴിയുകയാണ്. ഞാനുമായിട്ടാണ് മത്സരം. ഒരു ദിവസം അവനിങ്ങനെ കളിമണ്ണ് ശേഖരിച്ച് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ബിംബം ഉണ്ടാക്കും. അവൻ ബിംബം ഉണ്ടാക്കുന്ന രീതി അവനൊന്നും പഠിച്ചില്ല, ക്ലേ മോഡലിൽ ഒന്നും പഠിച്ചില്ല. പക്ഷെ അവൻ ബിംബം ഉണ്ടാക്കുന്ന രീതി ഒരു ഉരുള ഇങ്ങനെ ഉരുട്ടി എടുക്കും കളിമണ്ണ്, എന്നിട്ട് തറയിൽ ഇങ്ങനെ അടിച്ചു വയ്ക്കും. എന്നിട്ട് അതിന് മൂക്ക്, ചെവി ഇതൊക്കെ ഇങ്ങനെ കൊടുത്ത് കണ്ണുകളൊക്കെ വരച്ച് നല്ല കുട്ടപ്പനാക്കി സിന്ദൂരം കലക്കി കണ്ണൊക്കെ എഴുതി അങ്ങനെ പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയായിട്ട് വയ്ക്കും. ഞാൻ ഈ കളിമണ്ണ് കൊണ്ടുപോയിട്ട് വലിയ ബിംബം അതിൻ്റെ കൈയും കാലും നിൽക്കുന്ന രൂപമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുമെങ്കിലും അത് വിജയിക്കില്ല. നല്ല ബിംബം ഉണ്ടാക്കുന്ന കാര്യത്തിൽ സുഗുണനായിരുന്നു ഏറ്റവും മികച്ച. അപ്പോൾ അവന് 1ാം സ്ഥാനമൊക്കെ കിട്ടുന്ന ഒരു രീതി അന്ന് നാട്ടിൻപുറങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ 10 ദിവസവും നമ്മളിങ്ങനെ പൂക്കൾ പറിക്കാനിങ്ങനെ കറങ്ങി നടക്കും. അന്ന് ഈ പൂക്കൾ കമേർഷ്യലായിട്ടൊന്നും ലഭിക്കാത്തൊരു കാലമായിരുന്നു. അപ്പോൾ പല സ്ഥലങ്ങളിൽ അത്തപ്പൂക്കള മത്സരവും റേഡിയോ അന്ന് ഈ സൗണ്ടൊക്കെ വെച്ച് അങ്ങനെ പാട്ട് കേൾപ്പിക്കും. മാബലിയെ വരവേൽക്കും നാടു കാണാൻ പ്രാണപ്രിയ എന്നെ കാത്തിരിക്കും വീടു കാണാൻ. അന്ന് തരംഗിണിയുടെ ഓണപ്പാട്ടുകൾ ഇറങ്ങും, ദാസേട്ടൻ്റെ ഓണഗാനങ്ങൾ ഇങ്ങനെ ഗ്രാമങ്ങളിൽ
അത്തപ്പൂക്കളിടുന്ന സ്ഥലത്ത് ഇങ്ങനെ മുഴങ്ങും. കതിര് 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 കൊണ്ടുവായോ, അങ്ങനത്തെ പാട്ടുകൾ, നല്ല രസമുള്ള ഓണപ്പാട്ടുകൾ ആണ് അദ്ദേഹത്തിൻ്റെ ഇതായിട്ട്. കാസറ്റാണ് ആദ്യം. നാട്ടിൻപുറങ്ങളിൽ കൂട്ടുകാരന്മാരിങ്ങനെ കാസറ്റ് ഈ കലത്തിൽ സ്പീക്കറൊക്കെ വെച്ച് നല്ല മുഴക്കത്തോടു കൂടി, ഇന്നാണ് നല്ല ഊഫറൊക്കെ വെച്ചുള്ള ഇടിയും മുഴക്കമൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ അന്ന് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ സ്പീക്കറൊക്കെ വെച്ച് പാട്ടാണ്. ഒരിടത്ത് ഓണപ്പൂവേ പൂവേ, അപ്പുറത്ത് അധരത്താൽ വാടിയാൽ അധരത്താൽ വാരിയാൽ പിണങ്ങുമോ നീ, അതു നിൻ്റെ ചുടികളിൽ വിരിഞ്ഞതല്ലേ. ചില സ്ഥലങ്ങളിൽ വേറെ പാട്ടുകൾ, ഇങ്ങനെ മിക്സായി കേൾക്കുന്ന ഒരു നല്ലൊരു കാലമായിരുന്നു. അപ്പോൾ അത്തപ്പൂക്കളം അതിൻ്റെ 10ാമത്തെ ദിവസം നമ്മൾ വൈകുന്നേരവും ഇങ്ങനെ ഒരുപാട് സമയങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കരിയിലമാടും, ദേഹം മുഴുവൻ വാഴക്കരിയില ഇങ്ങനെ കെട്ടി വെച്ചിട്ട് കരിയിലമാടും, അങ്ങനെ നടന്നു പോകും. തുമ്പി തുള്ളൽ, രസകരമായൊരു കാഴ്ച, ഗ്രാമക്കാഴ്ചകളായിരുന്നു. അന്ന് നമ്മൾ ചെറിയ കലാപരിപാടികൾ സംഘടിപ്പിക്കുന്ന ഒരുപാട് ആളുകളെ ഇങ്ങനെ തടിച്ചു കൂടും. കാരണം എന്നാൽ ചെറിയ പ്രായ നിഷ്കളങ്കമായ ഗ്രാമീണ ജനത നമ്മുടെ കുസൃതിനെ കാണാനും ചെറിയ പരിപാടി അമച്വർ നാടകങ്ങളൊക്കെ നമ്മൾ അവരുടെ ഗ്രൂപ്പിനെയൊക്കെ വിളിച്ച് കളിപ്പിക്കാറുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു ആ കാലഘട്ടത്തിൻ്റെ ഒരു കളർഫുള്ളായിട്ടുള്ള ഓണമായിരുന്നു നമ്മൾ ആഘോഷിച്ചിരുന്നത്. ഇപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ചോറ് സദ്യകളൊക്കെ കിട്ടുന്ന ഒരു കാലമാണ്. അന്ന് മെയിനായിട്ട് നമ്മൾ ഒരു വർഷത്തിൽ ഇങ്ങനെ പുതിയ പുതിയ പാട്ടുകൾ ഇറങ്ങുന്നതിനെ കാത്തിരിക്കും. ദാസേട്ടൻ്റെ പാട്ടുകളാണ് അധികവും ഉത്സവഗാനങ്ങളായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു കാലമാണ്, ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണത്. അതിൽ പ്രധാന നല്ല പാട്ടുകൾ ഇന്നും അത് കേൾക്കാൻ നല്ല ഇമ്പമുള്ള പാട്ടുകളാണ്. ഒരു നുള്ളു കാക്കപ്പൂ കടം തരുമോ, ഒരു കൂനത്തുമ്പപ്പൂ പകരം തരാം, അധരത്താൽ വാരിയാൽ പിണങ്ങുമോ നീ, അതു നിൻ്റെ ചൊടികളിൽ വിരിഞ്ഞതല്ലേ, അധരത്താൽ വാരിയാൽ. എത്ര സമ്പന്നമായ നല്ല ഭാവനാ സമ്പുഷ്ടമായ വരികൾ. അധരത്താൽ വാരിയാൽ പിണങ്ങുമോ നീ, അതു നിൻ്റെ ചൊടികളിൽ വിരിഞ്ഞതല്ലേ. നമസ്കാരം.